ആമോസിൻ്റെ പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യം. ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ. ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ. ഒരു നിമിഷം നമ്മുടെ ആത്മശരീര മനസ്സുകളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഇന്നയോളം വഴി നടത്തിയ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ക്രൂശിൻ വഴികളിൽ ഞാൻ കാണുന്നീതാ നിൻ സ്നേഹസാന്ത്വനം. ക്രൂശിൻ വഴികളിൽ ഞാൻ കാണുന്നീതാ നിൻ സ്നേഹസാന്ത്വനം. പൊൻകിരീടം എനിക്കായി നൽകുവാൻ മുൾക്കിരീടം ശിരസിൽ ഏറ്റവൻ. പൊൻകിരീടം എനിക്കായി നൽകുവാൻ മുൾക്കിരീടം ശിരസിൽ ഏറ്റവൻ. നന്ദിയോടെ വാഴ്ത്തിടാം ക്രൂശിലെ നിൻ ത്യാഗത്തെ. നന്ദിയോടെ സ്തുതിച്ചിടാം നിൻ സ്നേഹത്തെ. നന്ദിയോടെ വാഴ്ത്തിടാം ക്രൂശിലെ നിൻ ത്യാഗത്തെ. നന്ദിയോടെ സ്തുതിച്ചിടാം നിൻ സ്നേഹത്തെ. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, സത്യവിശ്വാസത്തിൻ്റെ വഴിയിൽ കൂടി ഞങ്ങളെ വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ അനുഗ്രഹീത സുവിശേഷ കൂടാരത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങളെ കൊണ്ടുവന്നതിനെ ഓർത്ത് ദൈവമേ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഈ കൂടാരത്തിലേക്ക് ഞങ്ങളെ ആനയിച്ച് കർത്തസനിലേക്ക് വാങ്ങിപ്പോയ ഞങ്ങളുടെ ശ്രേഷ്ഠ പിതാവിനെ ഓർക്കുന്നു. ആ ശ്രേഷ്ഠ പിതാവിൻ്റെ ജീവിതവും ശുശ്രൂഷകളും ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർത്ത ദൈവമേ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സ്തുതിച്ചു വാക്കപ്പെട്ട സത്യവിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ കൃപ നൽകണമേ. ദൂരത്തും ചാരത്തുമായിരിക്കുന്നവരെയും ഞങ്ങളുടെ പൗരോഹിത ഗണങ്ങളെയും വിശ്വാസമൂഹത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമീൻ. പിതാവിന് പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമീൻ. അഖില മലങ്കര സുവിശേഷ മഹായോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ ഇലിയാസ് മാർ അഥാനാസ്യോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട്, പരിശുദ്ധ സഭയുടെ കോഴിക്കോട് ഭദ്രാസനത്തിൻ്റെ അഭിമന്യ മോർ ഐറേനിയസ് പൗലോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട്, ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്ന സഭയുടെ അനുഗ്രഹീത സുവിശേഷകനായിരിക്കുന്ന വന്യ പൗലോസ് പാറേക്കര കൊർപ്പിസ്കോപ്പാച്ചൻ, അഖില മലങ്കര സുവിശേഷ സംഘത്തിൻ്റെ ഭാരവാഹികളായിരിക്കുന്ന വന്യ ജോർജ് മാതോട്ടം കൊർപ്പിസ്കോപ്പാച്ചൻ, ഷെവലിയാർ മോൻസി വാവച്ചൻ, ഷെവലിയാർ തോമസ് കണ്ടടിയിൽ, സഭയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട ജേക്കബേട്ടൻ, ഇത്രയും വന്യ കോർപ്പിസ്കോപ്പമാർ, വന്യ ഗബ്രിയേൽ റംപാച്ചൻ, പ്രിയപ്പെട്ട സന്യാസിനിമാരെ, ഗായക സംഘാംഗങ്ങളെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, സ്തുതിചൊവ്വാക്കപ്പെട്ട സത്യസുറിയാനി സഭയുടെ മക്കൾക്ക് ഒരു വർഷത്തിൻ്റെ അവസാനം സുവിശേഷത്തിൻ്റെ ആ വലിയ തണലിൻ കീഴിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ
അതിനുശേഷം കർത്താവിൻ്റെ ചേലാക്രമമായ 1-ാം തീയതിയിലെ വിശുദ്ധ കുർബാനയോട് കൂടി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഈ യോഗത്തെ ദീർഘവീക്ഷണത്തോടും പ്രാർത്ഥനയോടും കൂടി ക്രമീകരിച്ച കർത്തസനിലേക്ക് വാങ്ങിപ്പോയ ഭാഗ്യസ്മരണാർഹനായ സുഷകാതോലിക്ക ബാസിലിയോസ് തോമസ് ഒന്നാമൻ ഭാവായുടെ ആ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ എൻ്റെ തലങ്ങളെ വണങ്ങുന്നു. ആ പരിശുദ്ധ പിതാവ് എത്രമാത്രം കാഴ്ചപ്പാടോടെയാണ് ഇത് ക്രമീകരിച്ചത്. ഒരു വർഷം അവസാനിക്കുന്നതും ഒരു വർഷം ആരംഭിക്കേണ്ടതും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ തണലിൻ കീഴിലായിരിക്കണമെന്നുള്ള ആ കാഴ്ചപ്പാട്, അത് മാനുഷികമായ കാഴ്ചപ്പാടല്ല, അത് ദൈവികമായ കാഴ്ചപ്പാടാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ വർഷത്തെ ചിന്താവിഷയം ആലോചിക്കുവാൻ തക്കവണ്ണം സുവിശേഷ സംഘത്തിൻ്റെ അധ്യക്ഷനായിരുന്ന അഭിമന്യ അത്തനാസ്യോസ് തിരുമേനി സിനഡിൽ അതേക്കുറിച്ച് സംസാരിക്കുകയും അഭിമന്യ തിമോത്തിയോസ് തിരുമേനി ഇന്നലെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഏറെ പ്രാർത്ഥനയിലാണ് ഈ ചിന്താവിഷയം ഉരുത്തിരിഞ്ഞു വന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഭിമന്യ അഫ്രേം തിരുമേനിയാണ് ഈ ഭാഗത്തെക്കുറിച്ച് ആദ്യം സംസാരിച്ചത്. ഈ ഭാഗത്തെക്കുറിച്ച് ആദ്യം സംസാരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ഡിസംബർ മാസം സഭയ്ക്ക് നൽകിയതായ നീതി ലഭിച്ചതായ, ഭാഗികമായിട്ടെങ്കിലും ലഭിച്ചതായ നീതിയെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ലായിരുന്നു. പക്ഷെ എല്ലാവരും പ്രത്യാശയോടുകൂടി പറഞ്ഞു, സഭയ്ക്കൊരു നീതിയുണ്ട്. അത് സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നതിലല്ല, അത് ഭൗതികമായ നഷ്ടപ്പെടലല്ല, മറിച്ച് ദൈവം പരിശുദ്ധ സഭയെ എന്തിനു വേണ്ടി നിലനിർത്തുന്നുവോ, പാതാള ഗോപുരങ്ങൾ അതിനെ തകർക്കയില്ല എന്നുള്ള സത്യവിശ്വാസത്തെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസ് നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ ഈ വർഷത്തെ ചിന്താവിഷയത്തിന് രൂപം പ്രാപിച്ചു. ഇന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു, ദൈവമാണ് ഈ ചിന്താവിഷയം നമുക്ക് ഈ പ്രാവശ്യം നൽകിയത്. ഞങ്ങളാരുമല്ല, ദൈവമാണ് ഈ ചിന്താവിഷയം നൽകിയത്. ദൈവം ഈ ചിന്താവിഷയം നമുക്ക് നൽകിയപ്പോൾ തന്നെ അതിൻ്റെ സ്പന്ദനങ്ങൾ നമ്മുടെ മുന്നിൽ കാണിച്ചും തരുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ തിരുവചനങ്ങളും ഇരുതല മൂർച്ചയുള്ള വാഴാകുന്നുവെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട മർത്തോമാ സഭയിലെ സാമുലച്ചൻ പറഞ്ഞുവല്ലോ, ദൂരെ മാറി നിന്ന തൻ്റെ പിതാവിനെ എപ്രകാരമാണ് ദൈവവചനം വിശ്വാസത്തിലേക്ക് അടുപ്പിച്ചത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്കൊരു നീതിയുണ്ട്, നമുക്കൊരു നീതി ലഭിക്കും. ആ നീതി വിദൂരവുമല്ല, അത് ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹമാകുന്നുവെന്ന് ഈ വർഷത്തെ ചിന്താവിഷയം നമ്മെ ഒന്നാമതായി പഠിപ്പിക്കുന്നു. ആമോസ് പ്രവാചകനെ നീതിയുടെ പ്രവാചകനായിട്ടാണ് വിശുദ്ധ വേദപുസ്തകവും പഠിപ്പിക്കുന്നത്. താനൊരു പ്രവാചകനല്ല എന്നും ഒരു ഇടയനാകുന്നുവെന്നും, എന്നാൽ ഇസ്രായേലിൽ അന്ന് നടമാടിയിരുന്നതായ വലിയ സാമൂഹികമായ അനീതിയെയും സാമ്പത്തിക അസമത്വത്തെയും മതപരമായ കാപട്യത്തെയും എല്ലാം ആമോസ് തൻ്റെ പ്രവചനത്തിലൂടെ അഭിമുഖീകരിക്കുന്നു, അതിനെക്കുറിച്ച് വിളിച്ചു പറയുന്നു. എന്തിനായിരുന്നു അർത്ഥശൂന്യമായ അന്നത്തെ ആചാരങ്ങളെ മാറ്റി നീതിയും നീതിയുക്തമായ ജീവിതവും അതിലൂടെ ദൈവത്തെ ആരാധിക്കണമെന്നുള്ള പുതിയ മാനവികത, അതാണ് ആമോസ് നൽകിയത്. വേദശാസ്ത്രം പഠിക്കുന്നവർക്കറിയാം, 8th century prophets എന്ന് പറഞ്ഞാൽ
അവർ സമൂഹത്തെ വഴി നടത്തിയവരായിരുന്നു. ക്രിസ്തുവിന് മുൻപുള്ള 8-ാം നൂറ്റാണ്ട് ഇന്നത്തെ പോലെ സാമ്പത്തിക അഭിവൃദ്ധിയുടേതായ ഒരു കാലഘട്ടമായിരുന്നു. എവിടെയും മനുഷ്യർക്ക് സുഖലോലുപരായി ജീവിക്കാനുള്ള വകകൾ ഉണ്ടായിരുന്നു. എന്നാൽ മറുവശത്ത് ദരിദ്രരെയും എല്ലാം അടിച്ചമർത്തുന്നതായൊരു കാഴ്ചപ്പാടും. ഇവിടെയാണ് യഥാർത്ഥമായ ദൈവജനം, ദൈവിക ജീവിതം, ദൈവസ്നേഹം ഉപരിയായിട്ട് നീതിയെക്കുറിച്ച് ആമോസ് പ്രവചനം നടത്തുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ നീതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. മനുഷ്യർക്കിടയിലുള്ള നീതിയും സമത്വവും കാരുണ്യവുമാണ് നീതിയെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം വിഭാവനം ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്നിൻ്റെ കാലത്ത് കോടതി അലക്ഷ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. കോടതിക്ക് ഹിതകരമല്ലാത്തത് വന്നാൽ കോടതി അലക്ഷ്യമായിട്ട് പറയും, ചിലപ്പോൾ ശിക്ഷയും ലഭിക്കാം. എന്നാൽ സമൂഹത്തിന് അലക്ഷ്യമായിട്ടുള്ളത് വന്നാൽ ആരും മിണ്ടുകയുമില്ല. ഞാൻ പലപ്പോഴും ഇവിടെ പീറ്റർ കെ ഇലിയാസ് സാറുണ്ട്, ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് സാമൂഹ്യ അലക്ഷ്യം എന്നുള്ള കാര്യമില്ല. ഇതാ ഇവിടെ ആമോസ് പ്രവാചകൻ ഒരു സാമൂഹ്യ അലക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു സമൂഹത്തെ അടിച്ചമർത്തുമ്പോൾ, അവർക്ക് ജീവിക്കുവാനായിട്ടുള്ള അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ അതൊരു സാമൂഹ്യ അലക്ഷ്യമായി മാറുന്നു. അങ്ങനെ അടിച്ചമർത്തപ്പെട്ടവരെ ഉയർത്തുവാനും വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുവാനും ദുർബലരെ സംരക്ഷിക്കുവാനും അടിമത്തത്തിലായിരിക്കുന്നവരെ വിടുവിക്കുവാനും സമൂഹത്തെ വിഭജിക്കുന്നതായ സാമ്പത്തികമായ വിഭജനമുണ്ട്, ജാതിയുടെ അടിസ്ഥാനത്തിൽ വിഭജനമുണ്ട്. അതിനെല്ലാം തകർക്കുക എന്നുള്ളതാകുന്നു ദൈവിക നീതിയുടെ, വിശുദ്ധ വേദപുസ്തകം നൽകുന്ന നീതിയുടെ പരമമായ ലക്ഷ്യം. ഈ ലക്ഷ്യത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സിംബോളിക്കായിട്ട് വെള്ളത്തെയാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, സുറിയാനി പിതാക്കന്മാർ ഒത്തിരി സിംബോളിസം ഉപയോഗിക്കാറുണ്ട്. ഞാനിപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ കിന്നരമായ അഫ്രൈം മനോഹരമായിട്ടാണ് വിശുദ്ധ കുർബാനയെ പ്രതിബിംബമായി ചേർത്ത് പറയുന്നത്. മൊറഫ്രൈമിൻ്റെ മെമ്മറായിൽ നാം ഇപ്രകാരം വായിക്കുന്നു. മൊറഫ്രൈം പറയും, നിങ്ങളിതാ പ്രകൃതിയിലേക്ക് നോക്കുവിൻ. പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ മുന്തിരിങ്ങ കാണും. ബാഹ്യമായ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒരു മുന്തിരിങ്ങ മാത്രമാണ്. എന്നാൽ വിശ്വാസത്തിൻ്റെ കണ്ണിൽ ആ മുന്തിരിങ്ങ മുന്തിരിച്ചാറായി മാറുന്നു. അത് കർത്താവിൻ്റെ തിരുരക്തമായി മാറുന്നു. അതുപോലെ തന്നെ മോറഫ്രൈം പറയും, നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ഗോതമ്പ് ചെടി കാണും. ബാഹ്യമായ കണ്ണുകൊണ്ട് കാണുമ്പോൾ അതൊരു ഗോതമ്പ് ചെടി മാത്രമാകുന്നു. എന്നാൽ വിശ്വാസത്തിൻ്റെ കണ്ണിൽ അത് ഗോതമ്പപ്പമായി മാറുന്നു, കർത്താവിൻ്റെ തിരുശരീരമായി മാറുന്നു. അങ്ങനെ സുറിയാനി പിതാക്കന്മാർ ഇപ്രകാരം ഇമേജറീസ്, പ്രതിബിംബങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ വെള്ളമെന്ന ശക്തമായൊരു പ്രതിബിംബത്തെയാണ് ആമോസ് ഉപയോഗിക്കുന്നത്. വെള്ളം ഒരു ശക്തമായ പ്രതിബിംബമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം പ്രകാരം വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പൊരുന്നി ആവസിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ വെള്ളം ഒരു പ്രധാനപ്പെട്ട പ്രതിബിംബമായി മാറിയത് ദൈവം വെള്ളത്തെ ഉപയോഗിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ആ വെള്ളത്തിന്മേലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിൽ നിന്നെല്ലാം സൃഷ്ടിയുണ്ടായത്. എന്ന് വെച്ചാൽ പുഷ്ടിപ്പെടുത്തുന്നതായ ഒന്നാകുന്നു വെള്ളം. നീതി അതുപോലെ പുഷ്ടിപ്പെടുത്തുന്നതായി ലോകത്തിലേക്ക് കരകവിഞ്ഞൊഴുകണമെന്നാണ് ആമോസ് ഉത്ബോധിപ്പിക്കുന്നത്. വെള്ളം എപ്രകാരമാണോ തടസ്സമില്ലാതെ ഒഴുകുന്നത്, വെള്ളം എപ്രകാരമാണോ അത് പോകുന്ന വഴിയിൽ കൂടിയെല്ലാം ആ ദേശത്തെ പുഷ്ടിപ്പെടുത്തുന്നത്, ഫലഭൂയിഷ്ടമാക്കുന്നത്, അപ്രകാരം നീതിയും നമ്മുടെ സമൂഹത്തെ
പുഷ്ടിപ്പെടുത്തണമെന്നും അത് ആ പ്രദേശത്തിന് സമ്പത്ത് അല്ലെങ്കിൽ സമൃദ്ധി ഉണ്ടാക്കുന്ന ഒന്നാകണമെന്നും ആമോസ് വെള്ളത്തെ പ്രതിബിംബമായി കണ്ടുകൊണ്ട് പറയുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്താണ് നീതി കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്? ദൈവം ഒരു നീതി കാണിച്ചിട്ടുണ്ടോ? കർത്താവിൻ്റെ മനുഷ്യാവതാരം ഒരു വലിയ ദൈവനീതിയാകുന്നു. എന്ന് വെച്ചാൽ ദൈവനീതി എന്ന് പറയുന്നത് അനുരഞ്ജനമാണ്. എന്തുകൊണ്ടാണ് മനുഷ്യാവതാരം സംഭവിച്ചത്? ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മെനഞ്ഞുണ്ടാക്കിയ മനുഷ്യവർഗം ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും മാറി ദൈവം നൽകിയതായ സമൃദ്ധിയെല്ലാം ഉപേക്ഷിച്ച് പ്രലോഭനങ്ങളിൽ അകപ്പെട്ടപ്പോഴാണ് മനുഷ്യവർഗത്തിന് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ദൈവം നൽകിയതായ ജീവൻ നഷ്ടപ്പെടുത്തിയത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവനീതി വീണ്ടും മനുഷ്യവർഗത്തെ ആ നിത്യജീവനിലേക്ക് കൊണ്ടുവരികയാണ്. സോ ഗോഡ് ജസ്റ്റിസ് ഈസ് റിക്കൺസിലിയേഷൻ. ദൈവത്തിൻ്റെ നീതി അനുരഞ്ജനമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ കിന്നരമായ മോർ അഫ്രയും മനുഷ്യാവതാര ഗീതങ്ങൾ എന്ന മെമ്രായിൽ ഇപ്രകാരം പറയുന്നുണ്ട്, പാടുന്നുണ്ട്: നിന്റെ ദിവസമാണ് സ്വർഗത്തെയും ഭൂമിയെയും അനുരഞ്ജനപ്പെടുത്തിയത്. നിന്റെ ദിവസമാണ്, മനുഷ്യാവതാര ദിവസമാണ്, എൽദോ പെരുന്നാൾ ദിനമാണ്, ക്രിസ്മസ് ആണ് സ്വർഗത്തെയും ഭൂമിയെയും അനുരഞ്ജനപ്പെടുത്തിയത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവനീതി അത് അനുരഞ്ജനമാണ്. അത് പഴയ നിയമത്തിലുടനീളം കാണുവാൻ സാധിക്കും. പുറപ്പാടൊരു ദൈവനീതിയാണ്. 40 വർഷക്കാലം മിസ്രയീം അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ മക്കളെ മോശയുടെ നേതൃത്വത്തിൽ വിടുവിച്ചപ്പോൾ അതൊരു അനുരഞ്ജനമായിരുന്നു. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ വഴിമാറിപ്പോയപ്പോഴാണ് ഫറവോൻ്റെ അടിമത്തത്തിലായിരുന്നത്. എന്നാൽ ദൈവനീതി അനുരഞ്ജനത്തിൻ്റെതായ മാർഗത്തിലേക്ക് ഇതാ വീണ്ടും ഇസ്രായേൽ മക്കളെ തിരിച്ചു കൊണ്ടുവരികയാണ്. സോ ഗോഡ്സ് ജസ്റ്റിസ് ഈസ് റിക്കൺസിലിയേഷൻ. ദൈവത്തിൻ്റെ നീതി അത് അനുരഞ്ജനമാണ്. ഏറ്റവും വലിയ അനുരഞ്ജനം നാം ദർശിക്കുന്നത് ക്രൂശിലെ സ്നേഹത്തിലാണ്. ക്രൂശിലെ സ്നേഹത്തിലാണ് ഏറ്റവും വലിയ അനുരഞ്ജനം ഉണ്ടാകുന്നത്. അവിടെ ദൈവം സ്വയം ശൂന്യമായി മാറുന്നു. കെനോസിസ്, സെൽഫ് എംപ്റ്റി ലവ്. ദൈവം ഇതാ ശൂന്യനായിക്കൊണ്ട് മനുഷ്യവർഗത്തെ വീണ്ടും ആ നിത്യജീവനിലേക്ക് അടുപ്പിക്കുന്നു. അതുകൊണ്ടാണ് സ്രൂഗിലെ മോർ യാക്കോബ് ഇപ്രകാരം പറയുന്നുണ്ട്: നാം എല്ലാവരും കുരിശിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. ദൈവം അനുരഞ്ജനത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ, സമാധാനത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ ഉൽപ്പന്നമാണ് നാം ഓരോരുത്തരും. സോ വി ആർ ദ ഫ്രൂട്ട്സ് ഓഫ് റിക്കൺസിലിയേഷൻ. യോഹന്നാന്റെ സുവിശേഷം 3:16 അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനുണ്ടാകുവാൻ വേണ്ടി തൻ്റെ ഏകജാതന പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ നീതി അനുരഞ്ജനമാണെങ്കിൽ അതിൻ്റെ പൂർണ്ണത ക്രൂശിലെ സ്നേഹമാകുന്നു, ദൈവസ്നേഹമാകുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു എത്രയോ വലിയ ആഴത്തിലുള്ള അർത്ഥമാണ് ഈ നീതിക്ക് വിശുദ്ധ വേദപുസ്തകം നൽകുന്നത്. നീതി അത് അനുരഞ്ജനമാണ്, അത് സ്നേഹമാണ്. സങ്കീർത്തനങ്ങൾ 17:11 കർത്താവ് നീതിമാൻ, അവൻ നീതിയെ സ്നേഹിക്കുന്നു. ഇപ്പോൾ ഒരു മനുഷ്യൻ നീതിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അനുരഞ്ജനം ഉണ്ടാകണം, സമാധാനമുണ്ടാകണം, അവൻ്റെ ജീവിതത്തിൽ സ്നേഹമുണ്ടാകണം. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഇത് വെളിപ്പെടുത്തുന്നുണ്ട്. മോർ അഫ്രൈമിൻ്റെ മെമ്രാകൾ പാടാതെ ഒരു പ്രാർത്ഥനയും അവസാനിക്കുന്നില്ല. പ്രത്യേകിച്ച് 40-50 നോമ്പിൻ്റെ പ്രാർത്ഥനയിൽ ആ മെമ്രായിൽ നാം പ്രകാരം പാടുന്നുണ്ട്: 40 നോമ്പോടകതിക്കാർക്കപ്പൂമേകി പോറ്റുക നീ, മന്നവനീശായ സുതനെ പോൽ 7 കുറി പ്രാർത്ഥിച്ചിടുക. 40 ദിവസം നോമ്പ് നോക്കണം,
7 നേരം പ്രാർത്ഥിക്കണം തീർന്നില്ല, അഗതികൾക്ക്, പാവപ്പെട്ടവർക്ക് അപ്പത്തെ നൽകണം. അപ്പോൾ വിശുദ്ധ വേദപുസ്തകവും പഠിപ്പിക്കുന്നതായ നീതി, അനുരഞ്ജനത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും നീതി നമ്മുടെ പ്രാർത്ഥനയിൽ കൂടി എപ്പോഴും നാം ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കാറുണ്ട്. നോമ്പ് നോക്കുന്നവർ സ്വർഗത്തിലാകുന്നു എന്ന് പറയുന്നതിൻ്റെയും അർത്ഥം മറ്റൊന്നല്ല. നോമ്പ് നോക്കുമ്പോൾ അഗതികളെ കാണുവാൻ, പാവപ്പെട്ടവർക്കായിട്ട് നമ്മുടെ കൈകൾ നീട്ടുവാൻ, അവരെ ഹെൽപ്പ് ചെയ്യുവാൻ, അവരെ സഹായിക്കുവാനുള്ള മനോഭാവം ഉണ്ടാകേണ്ടിയിരിക്കും. അനുഗ്രഹിക്കപ്പെട്ടവരെ, അപ്പം നീതിയുടേതായ തലത്തിലേക്ക് നാം ഉയരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുരഞ്ജനമുണ്ടാകണം, സമാധാനമുണ്ടാകണം, നമ്മുടെ ജീവിതത്തിൽ ദൈവസ്നേഹം ഉണ്ടാകണം. അതുകൊണ്ടാണ് പഴമ വായിക്കുമ്പോൾ, പഴയ നിയമ പുസ്തകങ്ങൾ നാം വിശുദ്ധ കുർബാനയ്ക്കും വായിക്കുമ്പോൾ നാം ഇപ്രകാരം ഒരു പ്രാർത്ഥന ചൊല്ലാറുണ്ട്: നീതിമാന്മാരെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെ രക്ഷയുടെ ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. നീതിമാന്മാരുടെ കൂടാരത്തിലാണ് രക്ഷയുണ്ടാകുന്നത്. നീതിമാന്മാരുടെ കൂടാരത്തിൽ അനുരഞ്ജനം ഉണ്ടാകണം. നീതിമാന്മാരുടെ കൂടാരത്തിൽ സ്നേഹമുണ്ടാകണം. അവിടെയാണ് രക്ഷയും മഹത്വവുമെല്ലാം ഉയർന്നു കേൾക്കുവാൻ സാധിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ മക്കളെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്നത് നാം ഈ അനുഗ്രഹീതമായ ലിറ്റർജി, ഈ ആരാധന ഉൾക്കൊള്ളുന്നവരാണ്. നീതിബോധമില്ലാത്ത ഒരു ആരാധനയും നമുക്ക് പൂർണ്ണമാകുന്നില്ല. ഇന്നലെ അഭിമന്യ തിമോത്തിയോസ് തിരുമേനി പറഞ്ഞു, ഭവന കൂദാശയിലെ ആദ്യത്തെ പ്രാർത്ഥന ഈ ഭവനത്തിലെ വരവ് ചിലവുകൾ ദൈവത്തിന് നാമഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനുമായി തീരുമാറാകണമേ. ഒരു ഭവനത്തിലേക്ക് നാം താമസിക്കുന്നതിന് മുമ്പ് നീതി ഉണ്ടാകുമെന്ന് ദൈവസന്നിധിയിൽ ഒരു പ്രതിജ്ഞ, പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് നാം ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. നീതിയാവുന്ന മോതിരം കൊണ്ട് ഇവരെ പൂർണ്ണരാക്കട്ടെ എന്ന് വിശുദ്ധ ശുശ്രൂഷയിലൂടെ പട്ടക്കാരൻ പ്രബോധനം കൊടുക്കുമ്പോൾ നീതിയിൽ കൂടി വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമെന്ന് വധൂവരന്മാർ പ്രതിജ്ഞയെടുക്കുന്നു. പൗരോഹിത്യ ഗണവും അതുപോലെ തന്നെ നീതിയില്ലാത്തൊന്നുമില്ല. അതുകൊണ്ടാണ് നീതിയില്ലാത്ത എന്തും ദുരന്തമായി മാറുന്നു. നോബൽ സമ്മാനം നേടിയ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഇക്കണോമിസ്റ്റ് അമർത്യ സെൻ, അദ്ദേഹം ദാരിദ്ര്യത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ തീസീസ്. അദ്ദേഹം ഇപ്രകാരമാണ് അതിൽ എഴുതിയത്: എക്കണോമിക്സ് വിത്തൗട്ട് എത്തിക്സ് ഈസ് ഡിസാസ്ട്രസ്. നീതിബോധമില്ലാത്ത സാമ്പത്തിക ശാസ്ത്രം ഒരു ദുരന്തമാണ്. ഞാൻ പറയുന്നു, നീതിബോധമില്ലാത്ത എന്തും ദുരന്തമാണ്. നീതിബോധമില്ലാത്ത പൗരോഹിത്യ ഗണം ദുരന്തമാണ്. നീതിബോധമില്ലാത്ത വിശ്വാസമൂഹം ദുരന്തമാണ്. നീതിബോധമില്ലാതെ എന്തും ദുരന്തമാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, നീതിബോധത്തോടു കൂടി മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സാധിക്കൂ. ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോടുപോലെയും കര കവിഞ്ഞൊഴുകട്ടെ. ദൈവം നൽകിയതായ അനുരഞ്ജനത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ ആ നീതിബോധം നമ്മുടെ ഉള്ളിൽ എന്നും വിളങ്ങട്ടെ. നാം പ്രാർത്ഥിക്കുമ്പോൾ, നോമ്പ് നോക്കുമ്പോൾ, ഉപവാസം എടുക്കുമ്പോൾ നീതിബോധത്തിൽ അടിസ്ഥാനമുള്ള ഒരു ജീവിത ശൈലിയാണ് ഞാനും നിങ്ങളും പിന്തുടരുന്നതെന്ന് നമുക്ക് മറക്കാതിരിക്കാം. സഭ ഈ അനുഗ്രഹീതമായ സുവിശേഷ യോഗം അത് ക്രമീകരിക്കുമ്പോൾ ഈ വർഷത്തെ ചിന്താവിഷയം നീതിബോധത്തോട് ജീവിക്കാനുള്ള വലിയ കാഴ്ചപ്പാട് നമുക്കുണ്ടാകട്ടെ. അടുത്ത വർഷം നീതിയുടേതായ ദിനങ്ങൾ നമുക്കുണ്ടാകട്ടെ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വേദനയുടെയും കണ്ണുനീരിൻ്റെയും പ്രയാസങ്ങളിൽ നടുവിലായിരുന്നുവെങ്കിൽ ആ കാർമേഘങ്ങളെല്ലാം മാറി നീതിയുള്ള ന്യായാധിപനായ ദൈവം നീതി നമുക്ക് ലഭ്യമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമ്മുടെ ജീവിതവും അതനുസരിച്ച് ക്രമപ്പെടുത്തുവാനും നമ്മുടെ ജീവിതത്തിലും അനുരഞ്ജനം ഉണ്ടാകട്ടെ. ത്യാഗങ്ങളും വിനയങ്ങളുമാണ് അനുരഞ്ജനത്തിന് നിദാനമായിട്ടുള്ളത്.
എപ്പോഴും കൺഫ്രണ്ട് ചെയ്യുക എന്നുള്ളത് ഈസിയാണ്. To confront is easy, but to reconciliation is not that easy. അനുരഞ്ജനപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ ദൈവത്തിനായി നൽകേണ്ടിയിരിക്കുന്നു. ക്രൂശിൻ്റെ ഉൽപ്പന്നങ്ങളായ ക്രൂശിലെ സ്നേഹം നമ്മുടെ ജീവിതത്തെ ഉൾക്കൊള്ളുവാൻ ഈ വർഷത്തെ ചിന്താവിഷയം നമുക്ക് നൽകുന്നതായ നീതിയുടെ, അനുരഞ്ജനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആ വലിയ മൂല്യങ്ങൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമായി തീർക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കഴിഞ്ഞൊരു വർഷക്കാലം സ്വച്ഛമായി സമാധാനമായി ജീവിക്കാൻ തക്കവണ്ണം ദൈവം നൽകിയ നല്ല ദിനങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മെ മേയിച്ച് നയിച്ചതായ സിസ്റ്റർ ബാബ തിരുമേനി കർത്തനിലേക്ക് വാങ്ങിപ്പോയി. എന്നാൽ ബാബ അവിടെ ഇരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, പള്ളിയുടെ മുന്നിൽ ഗേറ്റിലിരുന്ന് ബാവ പ്രാർത്ഥിച്ചു. ഇന്ന് ദൈവത്തോട് ചേർന്ന് സ്വർഗത്തിലിരുന്ന് ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയ മാറ്റങ്ങൾ തരുന്നതായ ദിനങ്ങളായി മാറട്ടെ. അടുത്ത വർഷവും ഈ കൺവെൻഷനിൽ നമുക്ക് സമാധാനത്തോടെ പങ്കെടുക്കാം. നീതിയും അനുരഞ്ജനവും സ്നേഹവുമെല്ലാം നമ്മുടെ ജീവിതത്തിന് മുതൽക്കൂട്ടായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.